ഭഗവാനെ, ഗുരുവായൂരപ്പാ, ഇന്ന് 1-ാം തീയതി ആയിട്ട് നല്ല ഐശ്വര്യമുള്ള ഒരു കൈനീട്ടം വന്ന് കയറണേ. നായരേട്ടാ, 2 ചായ. ഗുരുവായൂരപ്പാ, ചായ എടുക്കുന്നതിന് മുമ്പ് കൈ കാശുണ്ടല്ലോ അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചു? കാശില്ലാണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? എന്നെങ്കിലും കടം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് കടം പറഞ്ഞു കളഞ്ഞേക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് വരവെങ്കിൽ അത് നടപ്പില്ല. ഇന്ന് 1-ാം തീയതിയാണ്, കൈനീട്ടമാണ്. ഈ കൈനീട്ടത്തിന്റെ ഐശ്വര്യത്തിൽ വേണം ഈ കൊല്ലം മുഴുവൻ. എങ്കിൽ പറയണ്ടേ, നല്ല ബെസ്റ്റ് കൈനീട്ടല്ലേ ഞങ്ങളുടേത്. കടലാസേ, എന്നാ പിന്നെ ചായ മാത്രം ആക്കണ്ട, ഓരോ കുറ്റി പുട്ടും കൂടി പോരട്ടെ. ഗോലക്ഷ, 2 കുറ്റി പുട്ടും കൂടി പോരട്ടെ. എടാ, നിങ്ങളെ രണ്ടുപേരെയും പറ്റി ഞാൻ ചില ന്യൂസൊക്കെ കേട്ടല്ലോ. എന്ത് ന്യൂസ്? നിങ്ങളും ആ അമ്മിണിയമ്മയുടെ മക്കളുമായിട്ട് സ്നേഹമാണെന്നോ പ്രേമമാണെന്നോ ഒക്കെ നേരാണോടാ? നായരേട്ടാ, വെറുതെ അതും ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. കൊച്ചു കള്ളന്മാരെ. അപ്പൊ സംഭവം ശരിയാണല്ലേ? ആ പെമ്പിള്ളേര് വന്ന് നിങ്ങളുടെ അടുത്ത് പ്രേമാന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചില്ല. ആര്? ചന്ദ്രികയും കണങ്ങൻ പ്രേമോ? ആ, പിന്നീട് അമ്മിണിയമ്മയിലെ എല്ലാം പറഞ്ഞത്. ആ പെമ്പിള്ളേരെ രണ്ടുപേരെ നിങ്ങളെ കൈ പിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണം അവർക്ക് കണ്ണടയ്ക്കാൻ. സത്യം പറഞ്ഞാരേട്ടാ, അമ്മണിച്ചിട്ട് അങ്ങനെ പറഞ്ഞു? സത്യമായിട്ടും പറഞ്ഞു. ദേ, ഈ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിന്നല്ലേ പറഞ്ഞു. ഇവിടെ വെച്ചാ പറഞ്ഞത്. എങ്കിൽ പുട്ടുപാത്രം പോരാ, 2 പഴവും കുടിക്ക് പോരട്ടെ. എന്നാ നേന്ത്രപ്പഴം തന്നെ ആയിക്കോട്ടെ. എന്താന്നറിയില്ല, ഈ ഇടയായിട്ട് എന്റെ മുഖത്ത് ഭയങ്കര ക്ഷീണം. നീ ശ്രദ്ധിച്ചിട്ടുണ്ട? നീ ശ്രദ്ധിച്ചിട്ടില്ല? ഹന്നാസേ, കാലത്തെ ചൂടായത് മോശമായി പോടാ. ഏയ്, ചൂടായത് കൊണ്ടല്ലടാ ഈ ടേസ്റ്റ്. പുട്ട് തണുത്ത കല്ല് പോലെ ഇരിക്കും. അതല്ലടാ, കാലത്തെ ചന്ദ്രികയുടെ അടുത്ത് നമ്മൾ ചൂടായില്ലേ, അത്. അത് മോശമായി പോയി. നമ്മൾ പറഞ്ഞതും കുറച്ച് കൂടിപ്പോയി. ഇനി ഇത് തീർക്കാനാ പാട്. ഒരു പാടുമില്ല. ദേ, ഈ പഴവും കൂട്ടി ഒരു പിടി പിടിച്ച ഈ സാധനം ഇപ്പൊ തീരും. നിന്റെ കൊറോണ വിളിക്ക് ഒരു കുത്തു വെച്ചെന്നല്ലുണ്ടല്ലോ. എടാ, പുട്ട് തീർക്കേണ്ട കാര്യമല്ലടാ പോത്താ പറഞ്ഞത്. പിന്നെ പഴ അവരുമായിട്ടുള്ള പിണക്കം തീർക്കേണ്ട കാര്യമാ. ഓ, അത്രേ ഉള്ളൂ. അതിന് നീ എന്തിനാടാ ചൂടാവണത്? അക്കാര്യം ഞാനേറ്റു. നായരേട്ടാ, ഒരു 2 കുറ്റി പുട്ട്. നിർത്തടാ പുല്ല, അവന്റെ ഒടുക്കത്തൊരു പുട്ട് തീറ്റി. നിനക്ക് പുട്ടിൽ ആരെങ്കിലും കൈവിഷം തന്നോ? എന്ത് പറഞ്ഞാലും പൊട്ടുതാ തീറ്റി പണ്ടാരം. എനിക്കല്ലടാ, പിന്നെ പാർസലാണ്. എന്തിന്? അവരുമായിട്ടുള്ള പിണക്കം തീർക്കണ്ടേ? എത്രയായി നായരേട്ടാ? 18 രൂപ. അത്രേ ഉള്ളൂ. ഓ,